ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. നിങ്ങൾക്കായി വലിയ ഒരു ബിഗ് ചാൻസ്, നല്ല ഒരു അവസരമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് രക്ഷിതാക്കളുടെ പരാതിയാണ്, കുട്ടികൾ പഠിക്കുന്നില്ല. നമ്മൾ എല്ലാ സംവിധാനങ്ങൾ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ പഠിക്കുന്നില്ല, കുട്ടികളിൽ മാറ്റം കാണുന്നില്ല. എന്താണ് ഇതിന് പരിഹാരം? യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രശ്നം? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓഡിറ്ററി ലേണേഴ്സ് എന്താണ് അവരുടെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ആ തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷ്വൽ ലേണേഴ്സ്, അതായത് നമ്മുടെ കുട്ടികൾ പഠിക്കാത്തതിൻ്റെ കാരണം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് കുട്ടികളിലെ ഒന്നാം തരം ഓഡിറ്ററി ലേണേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ലേണേഴ്സിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ കിനസ്റ്റിക് ലേണേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. നിങ്ങൾക്കായി വലിയ ഒരു ബിഗ് ചാൻസ്, നല്ല ഒരു അവസരമാണ്. നമ്മുടെ 3 വീഡിയോകളെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഈ വീഡിയോക്ക് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ, അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, അതുപോലെ അടുത്ത വീഡിയോയിൽ പറയുന്ന പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഈ 3 വീഡിയോകളെ അടിസ്ഥാനപ്പെടുത്തി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ പോയിന്റ്സുകൾ അടിസ്ഥാനപ്പെടുത്തി ഈ 3 വീഡിയോകളിൽ നിന്നായി 10 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുകയും ആ 10 ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ശരി ഉത്തരം പറയുന്ന വിന്നർക്ക് വളരെ മികച്ച നല്ല സ്പെഷ്യൽ സമ്മാനം നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, ഏത് രൂപത്തിലാണ് പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ചെയ്ത വീഡിയോകൾ കാണുക, അതുപോലെ ഈ വീഡിയോ കൃത്യമായി കാണുക. ഇതിലെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ പല കുട്ടികൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ വളരാത്തതും അവർ പഠിക്കാത്തതും. നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ വിഷ്വൽ ലേണേഴ്സ്, അതായത് കണ്ടു പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് കണ്ടാലാണ് കൂടുതൽ പഠിക്കാൻ പോകുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആണോ, കണ്ടു പഠിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ, അവരുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഈ വിഷ്വൽ ലേണേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് കൂടുതലും ചിത്രങ്ങൾ, അതുപോലെ വരകൾ, അതുപോലെ മാർജിനുകൾ, മാപ്പുകൾ, ചാർട്ടുകൾ, ഇതൊക്കെ അവർ കൂടുതൽ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും കൂടുതൽ ഇഷ്ടത്തോടെ പഠിക്കുന്നതും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നതും ഒരു താല്പര്യത്തോടെ പഠിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ ഇവരുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ വ്യത്യസ്ത നിറങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോൾ എഴുതുമ്പോൾ തന്നെ ബോർഡിൽ ഒരു അധ്യാപകൻ എഴുതുകയാണെങ്കിൽ വ്യത്യസ്തമായ കളറുകളുള്ള ചോക്കുകൾ ഉപയോഗിച്ച് എഴുതുക. അതുപോലെ ഇവർ എഴുതുമ്പോഴും പിന്നെ ഹെഡിങ് ഒരു കളറിൽ എഴുതുക, മറ്റുള്ള ചോദ്യങ്ങൾ മറ്റൊരു കളറിൽ എഴുതുക, അതുപോലെ ഉത്തരങ്ങൾ മറ്റൊരു കളർ ഉപയോഗിച്ച് എഴുതുക. ഇങ്ങനെ വ്യത്യസ്ത കളറുകൾ, നിറങ്ങൾ ഉപയോഗിച്ച് എഴുതുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. കാരണം ഇവർ വിഷ്വൽ ലേണേഴ്സാണ്, കണ്ടു പഠിക്കുന്നവരാണ്. അപ്പോൾ ഇത്രത്തോളം ഇവരെ കാഴ്ചക്ക് കൂടുതൽ ശക്തി പകരുന്ന രൂപത്തിൽ പഠന തന്ത്രങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുമോ അത്ര കണ്ട് ഇവർ വളരും. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവർക്ക് ഉറക്കെ പറഞ്ഞ് പഠിക്കുക എന്നുള്ളൊരു ശീലം ഇവർക്കില്ല. ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന്, ശബ്ദങ്ങൾ ഇല്ലാത്ത, ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ഒരു ശാന്തമായ സ്ഥലങ്ങളിലിരുന്ന് പുസ്തകങ്ങൾ നോക്കി നോട്ട്സ് ബുക്കുകൾ നോക്കി പോയിന്റ്സുകൾ ഇങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിലാണ് ഈ വിഷ്വൽ ലേണേഴ്സ് ആയ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ നോട്ട്സുകൾ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഓഡിറ്ററി ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നോട്ട്സുകൾ ആവശ്യമില്ല. ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് കേട്ടാൽ തന്നെ അവർ പഠിക്കുകയും അത് അവർ എഴുതുകയും ചെയ്യും. പക്ഷേ ഈ വിഷ്വൽ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ടെക്സ്റ്റ്, അതുപോലെ മറ്റു കിതാബുകൾ, അതുപോലെ നോട്ട്സുകൾ, അതിൻ്റെ പോയിന്റ്സുകളൊക്കെ എഴുതുകയും എഴുതിയത് കണ്ട് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് പ്രാധാന്യം നൽകുന്നവരാണ് അവർ. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഈ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇവരോട് കൂടുതൽ വിശദീകരിക്കുന്നതിനേക്കാളും കൂടുതൽ, ബോർഡിൽ എഴുതുന്നതിനേക്കാളും കൂടുതൽ ഇവർക്ക് കൂടുതൽ മനസ്സിലാവുക, താല്പര്യമുണ്ടാവുക ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അതുപോലെ ഫേസ് എക്സ്പ്രഷൻ, ആ മുഖത്തുള്ള ഓരോ ഭാവങ്ങൾ ഇവർക്ക് നല്ല സന്തോഷത്തോടുകൂടെ താല്പര്യത്തോടെ
ഇവരെ പഠിക്കുന്ന രൂപത്തിൽ ഒരു എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ഇവർക്കത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഇതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഇവരുടെ മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് കുറേ സമയം ക്ലാസ് കേൾക്കുക, അധ്യാപകൻ ക്ലാസ് കുറേ സമയം അവതരിപ്പിക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക. അതുപോലെ ഇതൊക്കെ ഇവർക്ക് മടിയായിരിക്കും. കാരണം ഇവർ കണ്ടുപഠിക്കുന്നവരാണ്. ഇവർക്ക് കേൾക്കുക എന്നുള്ളത് കൂടുതൽ സമയം കേട്ടാൽ പൊതുവെ എല്ലാ കുട്ടികൾക്കും അരമണിക്കൂറിൽ കൂടുതൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ബോറടിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അനുഭവം അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇവരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഈ വിഷ്വൽ ലേണേഴ്സ് ആണോ കണ്ടു പഠിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ എഴുത്ത് ശ്രദ്ധിച്ചാൽ, എല്ലാ കുട്ടികളും അല്ല, അധിക കുട്ടികൾക്കും ഇവർ വലിയ കൈയക്ഷരമായിരിക്കും. അതായത് ക്യാപിറ്റൽ ആൻഡ് സ്മാൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവരുടെ കൈയെഴുത്ത് വലിയ ഒരു സൈസിലായിരിക്കും ഇവർ എഴുതുക. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകമാണ്, ഇവർ എഴുതുമ്പോൾ വാക്കുകൾ വരികൾക്കിടയിൽ ഒരുപാട് സ്പേസുകൾ, വിടവുകൾ അവർ അവിടെ നൽകിക്കൊണ്ടാണ് ഇവർ എഴുതുക. ഇവരുടെ മറ്റൊരു പ്രത്യേകത, പൊതുവേ നമുക്ക് ഇവർ വിഷ്വൽ ലേണേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ ഇവർ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ, ഒരു കല്യാണ വീട്ടിലേക്കോ ടൗണിലേക്കോ പോയി വന്നാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരുകൾ ശബ്ദങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷേ ആ വ്യക്തിയുടെ മുഖം ഇവർ കൃത്യമായി ഓർക്കുകയും രണ്ടാമത് ഇവർ കണ്ടാൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഘടന, മുഖം ത്തിൻ്റെ രൂപം തിരിച്ചറിയുകയും അവർ ആ പരിചയം പുതുക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ കുട്ടികൾ. മറ്റൊരു പ്രത്യേകത, യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ടൗണുകളിലുള്ള ബോർഡുകൾ, വഴികൾ, അതുപോലെ കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ അവർക്ക് കൃത്യമായി ഓർത്തു വെക്കാൻ കഴിയും, മറന്നു പോകില്ല എന്നതാണ്. കാരണം കൂടുതൽ താല്പര്യം കാഴ്ചയിലാണ് ഇവർ. അപ്പോൾ വഴികളൊക്കെ ഇവർ നന്നായി ഓർത്തു വെക്കുന്ന കൂട്ടത്തിലാണ് ഈ കുട്ടികൾ ഉണ്ടാവുക. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, അധ്യാപകർക്ക് ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇവർ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർ വരച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് കൂടുതൽ ക്ലാസ് കേൾക്കുന്നത് മടിയായിരിക്കും. നമ്മളൊക്കെ വിചാരിക്കും ഈ കുട്ടി പഠിക്കുന്നില്ല, എന്നെ തീരെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ പറഞ്ഞതിന് വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ അടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ബോറടിക്കുകയാണ് ക്ലാസ് കേൾക്കുക. കാരണം വിഷ്വൽ ലേണറാണ്. ആ കുട്ടിക്ക് എഴുതാനാണ് താല്പര്യം, എഴുതി പഠിക്കാനാണ് താല്പര്യം. കുട്ടി എഴുതിക്കൊണ്ടേയിരിക്കും. ക്ലാസ് അധ്യാപകൻ അവതരിപ്പിക്കുമ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാഠഭാഗങ്ങളായിരിക്കും എഴുതുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ എഴുതി കുറിച്ചുകൊണ്ടിരിക്കും. പെന്നിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും, ബെഞ്ചിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ. ഇതാണ് ഈ കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, സാധാരണ പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ പ്രത്യേകമായ ഷേപ്പുകൾ, വ്യത്യസ്തമായ കളറുകൾ, ഇതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ ചിത്രം വരക്കാനും അതുപോലെ കളർ കൊടുക്കുക, പെയിന്റ് കൊടുക്കുക, ഇതൊക്കെ കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണ്. ഇവരുടെ മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർക്ക് ബൈഹാർട്ട് ചെയ്യാൻ, മനഃപ്പാഠമാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പഠിക്കാൻ നല്ല മിടുക്കരാണ് എൻ്റെ മകൻ, പക്ഷേ ഹിഫ്ള് പ്രയാസമാണ് കുട്ടിക്ക്, അതുപോലെ മനഃപ്പാഠം പഠിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ചില തന്ത്രങ്ങൾ, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കുട്ടികൾക്ക് ചെയ്യേണ്ട, ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഈ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പോയിന്റ്സുകൾ നമ്മൾ കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓഡിറ്ററി ലേണർ ആണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ റെക്കോർഡ് ചെയ്ത് ആ കുട്ടികൾക്ക്, കാരണം കേട്ട് പഠിക്കുന്നവരാണ്, ഈ കുട്ടി കണ്ടുപിടിക്കുന്നവരാണ്. അപ്പോൾ ഫ്ലാഷ് കാർഡുകൾ, അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു കടലാസിൽ എഴുതി അത് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവർക്ക് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. ചോദ്യങ്ങൾ ഒരു നിറത്തിൽ, ഉത്തരങ്ങൾ മറ്റൊരു നിറത്തിൽ, ഹെഡിങ് മറ്റൊരു നിറങ്ങളിൽ, ഇങ്ങനെ വ്യത്യസ്തമായ, ബോർഡിൽ എഴുതുമ്പോൾ വ്യത്യസ്തമായ ചോക്കുകൾ ഉപയോഗിച്ച് എഴുതുക. പിന്നെ വ്യത്യസ്തമായ ഷേപ്പുകളുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ, ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഒരു തന്ത്രം എന്ന് പറയുന്നത് മൾട്ടി സെൻസറി മെത്തേഡുകൾ. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കുട്ടി ഈ തരത്തിലുള്ള കുട്ടിയാണെങ്കിൽ വ്യത്യസ്തമായ നിറങ്ങൾ കണ്ടു പഠിക്കാൻ വീഡിയോകൾ, ക്ലാസ്സിൻ്റെ വീഡിയോകൾ കാണുക, അതുപോലെ വ്യത്യസ്തമായ നിറങ്ങളിൽ കുട്ടികൾ ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കണ്ടുപഠിക്കാനുള്ള സംവിധാനങ്ങൾ, കൂടുതൽ അവസരങ്ങൾ ഈ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. നിങ്ങളെ കുട്ടികൾ തീർച്ചയായും പഠിച്ചിരിക്കും, അവർ വലിയ വിജയത്തിലെത്തുകയും ചെയ്യും. നമ്മുടെ ചാനൽ പരമാവധി ഒരുപാട് ആളുകളിലേക്ക് വീഡിയോകൾ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ തിങ്ക് ആൻഡ് വിൻ ചലഞ്ചിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു.